ഇനി നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനും ആരും മറക്കരുത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമേ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം. തെറ്റിച്ച് പറയരുത്, കാരണം ചെറിയ സാധ്യത വേറെ ആൾക്കുണ്ട്. തെറ്റിച്ച് പറയരുത്. ഇതിനൊരു ഉത്തരം അറിയിക്കുന്ന പറഞ്ഞു കൊടുത്തേക്ക് അല്ലേ? പിന്നെ അതന്നെ അത് പറ്റിക്കാൻ അതാണ് ശരിക്കും. എന്നാ പുള്ളിക്ക് ഇവിടെ ഒരു കുഞ്ഞ് വെച്ചോളില്ലേ? പക്ഷെ പുള്ളിയുടെ പേര് എന്തോ ഒരു വാസന വാസന വാസനോ വാസനോ കാല് വാസനോ പറഞ്ഞോടാ. എന്നാലും എനിക്കോട് പാസ് ചെയ്യണല്ലോ. ഞാൻ അത് നാളെ കിടന്നത് ഇപ്പൊ കറക്റ്റായിട്ട് അവിടെ എത്തി. ഇതിപ്പോ ഞാൻ പറഞ്ഞ അനു അത് വളരെ അടുത്തെത്തി. പക്ഷെ അനു പറഞ്ഞതിൽ നിന്ന് ഉത്തരം എനിക്ക് അനീഷിന് കിട്ടി അല്ലേ? സംഭവം കണ്ടല്ലോ. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിട്ടുള്ള അനുമോളും റണ്ണറപ്പ് ആയിട്ടുള്ള അനീഷും കൂടി ഒരുമിച്ച് ഒരു വേദിയിലെത്തുകയാണ്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു മെഗാ ഷോ നടന്നിട്ടുണ്ടായിരുന്നു. ചിത്ര ചേച്ചിയൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഷോ ആയിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോ ലൈവ് ആയിട്ട് നടക്കുന്ന ആ ഒരു സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ നടന്ന ഒരു സംഭവ വികാസമാണ് ഇതെന്ന് പറയുന്നത്. ഇത് ശരിക്കും കണ്ടപ്പോഴത്തേക്കും നോർമലി ഒന്ന് ചിരിച്ചു പോകും, സ്വാഭാവികമാണ്. കാരണം നമ്മൾ ഈ ഒരു കാഴ്ച ഇതിനു മുന്നേ ഒരു പൊട്ടിച്ചിരിയായിട്ട് തന്നെ ബിഗ് ബോസ് ഷോയിൽ കണ്ട ഒരു കാഴ്ചയാണ്. അനുമോളെടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോഴത്തേക്കും ഉണ്ടായ ഒരു പ്രതികരണവും അതിനുശേഷം അത് വലിയൊരു ട്രോളായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് ഭയങ്കരമായിട്ട് ഒരു ചിരി അടക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയ സംഭവ വികാസം. അതായത് അന്ന് അനുമോൾ ഒരുപാട് ട്രോൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ. കാരണം ഇങ്ങനെ ഒരു വ്യക്തിക്കാണോ കപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബേസിക് നോളേജ് പോലും ഇല്ലാത്ത ഒരു ആൾ ഏത് തരത്തിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ചോദിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഒരുപാട് പേര് അന്ന് അനുമോൾക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം സ്വാഭാവികമാണ്, അനുമോൾ പറഞ്ഞ ഒരു കാര്യം വന്ന് ആര് കേട്ടാലും ഒന്ന് ചിരിച്ചു പോകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനുശേഷം എന്തിനാണ് ഒരു വിന്നറായി അനുമോൾ വിന്നറായതിൻ്റെ അതിന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഇതുപോലെ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു സ്റ്റേജിൽ ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു മെഗാ ഷോ നടക്കുന്ന ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് മനഃപൂർവ്വം പണി കൊടുക്കാനും അപമാനിക്കാനും ചെയ്ത ഒരു കാര്യമല്ല ഇതെന്ന് പറയുന്നത്. അത് അനു തന്നെ തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ആ വീഡിയോ കാണുമ്പോൾ തന്നെ. കാരണം വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിന്റെ സ്റ്റേജിൽ കൊണ്ടുവന്നു, അടുത്ത ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്നു, പേര് പറയാൻ പറയുന്നു. അനുമോൾ അപ്പോഴും ഒരു അറ്റത്തും മൂലയിലൊക്കെ വന്ന് നിൽക്കുന്നു ആ പേരിന്റെ ഇത്. എന്നിട്ട് പോലും പെർഫെക്റ്റ് ആയിട്ട് പറയാനായിട്ട് അനുമോൾക്ക് അപ്പോഴും പറ്റുന്നില്ല. എന്നിട്ട് മിഥുൻ പറഞ്ഞു കൊടുക്കുന്നു, അന്ന് അനുമോൾ തെറ്റിച്ച് പറഞ്ഞ ആ വ്യക്തിയാണ് എന്നുള്ള തരത്തിൽ മിഥുൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അനുമോൾ പറയുന്നു അതല്ല, ഇത് വേറെ ആളാണ് എന്നുള്ള തരത്തിൽ അനുമോൾ പറയുന്നു. എന്നിട്ട് അവസാനം പേര് പറയാനായിട്ട് അനുമോൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ട് പറയാനായിട്ട് അനുമോൾക്ക് അപ്പോഴും പറ്റുന്നില്ല. അതിനാണ് അനുമോൾ പെട്ടുപോയത്. അവസാനം ആ സ്റ്റേജ് കംപ്ലീറ്റ് ഒരു ചിരി പടത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട്. അവസാനം അനു തന്നെ പറയുന്നു, കാരണം സ്വന്തം നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ എന്നെ അപമാനിക്കാനാണോ ഈ ഒരു തരത്തിൽ എന്നുള്ളത് അനുമോൾ തന്നെ പറയുന്നു. അവസാനം ആ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞത് അനീഷാണ്. അനീഷ് ആ ഒരു കയ്യടി വാങ്ങുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റിന് എന്തോ ഒരു വൈരാഗ്യം അനുമോളോടുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം വീണ്ടും ആ ഒരു കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നാറ്റിക്കുന്ന പരിപാടിയായി പോയി. ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ചെയ്തു വെച്ച പരിപാടി എന്ന് പറയും. അതിന് ചുക്കാൻ പിടിച്ചത് മിഥുൻ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം ആ സ്പോട്ട് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നിന്ന് ഉരുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. കാരണം അന്ന് ലാലേട്ടൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അനുമോള് ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. എന്തു പറയണം, പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുകയും ചെയ്തു. അവസാനം അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്ന് അവസാനം ആകെപ്പാട ഒരു വല്ലാത്ത, കാരണം ആ സ്പോട്ട് നിൽക്കുന്നവർക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നത്. കാരണം നിന്ന നിപ്പിലങ്ങ് കുഴിയിലോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതുപോലെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അതും ആ സ്റ്റേജിൽ, അതും ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് ഈ ഒരു ചോദ്യം ചോദിക്കുക, അവസാനം അനുമോൾക്ക് ഉത്തരം മുട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവസാനം അനുമോൾ തന്നെ പറയുന്നു, എന്റെ സ്വന്തം നാട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ ഇങ്ങനെ അപമാനിക്കാനാണോ എന്നുള്ള തരത്തിലാണോ എന്നുള്ളത് അനുമോൾ തന്നെ അങ്ങ് തുറന്നു പറയുവാണ്. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഏഷ്യാനെറ്റ് ഇമാതിരി പരിപാടി, നിങ്ങൾ അവർക്ക് കപ്പ് കൊടുത്തു വിട്ടു, എന്നിട്ട് വീണ്ടും ഇതുപോലുള്ള സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതുപോലുള്ള 8ന്റെ പണി എന്തിനാണ് കൊടുക്കുന്നത്. പിന്നെ അനുമോളത്ത് പറയാനുള്ള കാര്യം, അനുമോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് എല്ലാ സ്റ്റേജിലും ചെന്നിട്ട് നമുക്ക് ഇതുപോലെ കോമഡി കാര്യങ്ങൾ അത് ഇത് ചളി എന്നും പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വരും. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾക്ക് ഒരു തവണ ഒരു പണി കിട്ടി,
അത് നമുക്ക് കിട്ടിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ പാഠം പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു അനുമോക്ക് ആദ്യം പണി കിട്ടിയിട്ട് അനുമോൾ മനസ്സിലാക്കിയില്ല. ഇപ്പോൾ രണ്ടാമത് വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് അനുമോക്ക് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വല്ലാത്തൊരു കൊലച്ചെടി ആയിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേറെ ഒരു ചോദ്യവും ഇല്ല. അനുമോക്ക് പണി കിട്ടിയ ഒരു സാധനം തന്നെ വീണ്ടും എടുത്തിട്ട് വീണ്ടും 8ന്റെ പണി അനുമോക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത തരം കൊലച്ചതിയാണ്. അനുമോളാണെങ്കിൽ അങ്ങ് പെട്ടും പോയി, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവസാനം മാറുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അനുമോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ, ഇനിയിപ്പോൾ എത്ര ചെറിയ കാര്യം എത്ര വലിയ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കൂടിയും അത് പൊട്ടത്തരമാക്കി വിളിച്ച് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് പിന്നെ ട്രോളായിട്ട് അല്ലെങ്കിൽ അതാണ് പിന്നെ വേറൊരു തരത്തിൽ പണി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അന്ന് ബിഗ് ബോസിലായിരുന്ന അനുമോക്ക് സംഭവിച്ച ഒരു കാര്യം അതാണ്. അറിയത്തില്ല ആ ഒരു തരത്തിൽ നിൽക്കുക. അല്ലാതെ അതിനെ പിന്നെ നമ്മൾ ഉരുണ്ട് മെഴുകി അത് വേറൊരു തരത്തിൽ ആക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റൊരു തരത്തിൽ ട്രോളായിട്ട് മാറും. കാരണം നമ്മൾ പൊട്ടത്തരങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആ ഒരു തരത്തിൽ നാട്ടുകാർ കാണത്തുള്ളൂ. അത് തന്നെയാണ് അന്ന് ബിഗ് ബോസിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അനുമോൾ കുറച്ചെങ്കിലും ആ പേരിന്റെ അടുത്ത് എത്തി എങ്കിൽ പോലും അവസാനമായപ്പോഴത്തേക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉത്തരത്തിലെത്താനായിട്ട് കറക്റ്റായിട്ട് അനുമോക്ക് സാധിച്ചില്ല. പക്ഷെ അവസാനം മിഥുൻ ആ ചാൻസ് അനീഷിന് എടുത്തു കൊടുത്തു. അനീഷ് കറക്റ്റായിട്ട് അത് പറയുകയും ചെയ്തു, കൈയടി വാങ്ങുകയും ചെയ്തു. ഇതാണ് പറയുന്നത്, നമുക്ക് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. പക്ഷെ നമുക്ക് അറിയാഞ്ഞിട്ട് കൂടി നമുക്ക് അറിയാമെന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ ഒരുപാട് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുക, ആ ഒരു തരത്തിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല രീതിക്ക് ഒരു ട്രോളിനുള്ള വകുപ്പുണ്ടാകും. പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ സ്റ്റേജിലൊക്കെ കയറിയിട്ട് അതോടൊപ്പം തന്നെ പബ്ലിക് എല്ലാവരും കാണുന്ന ഒരു സന്ദർഭത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും.